ഈ എൻട്രോപ്പി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മൾ എത്ര ശ്രമിച്ചാലും എല്ലാം നമ്മൾ കരുതുന്ന പോലെ ക്രമത്തിൽ നടക്കില്ല. ബന്ധങ്ങൾ, ജോലി, സ്വപ്നങ്ങൾ എല്ലാത്തിൻ്റെയും താളം ഒരിക്കൽ തെറ്റും. പക്ഷെ അതാണ് ജീവിതത്തിൻ്റെ സത്യം. നമുക്കതിനെ തടുക്കാനാവില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ അക്രമത്തിനുള്ളിൽ തന്നെ ഒരു പുതിയ ക്രമം കണ്ടെത്തുന്നതാണ്. എൻട്രോപ്പി നമ്മൾ പറയുന്ന ഒരു വലിയ പാഠമുണ്ട്. ചേഞ്ച് ഈസ് നാച്ചുറൽ, ഡിസോർഡർ ഈസ് ഇന്നവേറ്റബിൾ. പക്ഷെ അതിനെ എങ്ങനെ ഏറ്റുവാങ്ങണമെന്നത് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മുടെ മനസ്സ് അലമ്പിയാലും ജീവിതം വിചിത്രമായി മാറിയാലും അത് നമ്മെ തകർക്കുന്നില്ല, നമ്മെ വളർത്തുകയാണ്. ഓർക്കുക, അവ്യവസ്ഥയില്ലെങ്കിൽ പുതിയൊരു ക്രമം ഉണ്ടാകില്ല. ഒരു ബന്ധം കുറച്ച് സമയത്തേക്ക് നീങ്ങുമ്പോൾ ക്രമം കുറയുകയും പരിശ്രമമില്ലാതെ ആ ബന്ധം സ്വാഭാവികമായി അകലാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആരംഭഘട്ടത്തിൽ ബന്ധം പുതിയതാണ്, ഇണകൾ ഒരേ പേജിലാണ്, ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നു, ആകർഷണമുണ്ട്. മധ്യഘട്ടത്തിൽ വ്യക്തികൾ കുറച്ച് സംവാദം കുറയ്ക്കുന്നു, മുന്നറിയിപ്പില്ലാതെ ദൂരീകരണം ആരംഭിക്കുന്നു. കുറച്ചുകൂടി വർദ്ധിച്ചാലോ? ഉറച്ച പരിശ്രമമില്ലെങ്കിൽ ബന്ധം ക്രമേണ അസ്ഥിരതയിലേക്ക് നീങ്ങുന്നു, ഇമോഷണൽ ഡിസ്റ്റൻസ് വരുന്നു. സംഭാഷണങ്ങൾ കുറയുമ്പോഴും മനസ്സിലാക്കലുകൾക്കിടയില്ലാതെ വരുമ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പോകുമ്പോഴുമൊക്കെ ഈ അകലം കൂടിക്കൂടി വരുന്നു. നിഷ്കളങ്കമായ സംവാദങ്ങളും ചെറിയ ചെറിയ പരിഗണനകളും ആശംസകളും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുമൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. പക്ഷേ രണ്ടുപേരും എഫേർട്ട് ഇടാതെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമാവില്ല. ഒരാൾക്ക് മടുത്തു തുടങ്ങിയാൽ ഒരു റിലേഷൻഷിപ്പും മുന്നോട്ട് പോവില്ല എന്നതാണ് സത്യം.